നമസ്കാരം വൺ ഇന്ത്യ മലയാളം. അപ്രതീക്ഷിതമായി കാസർഗോഡ് നടന്ന ഇരട്ട കൊലപാതകം സംസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരാണ് അതിക്രൂരമായി ഇന്നലെ രാത്രി കൊല ചെയ്യപ്പെട്ടത്. CPM ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം ആരോപണം CPM നിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന് CPM കനത്ത വില നൽകേണ്ടി വരുമെന്ന് കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകി. CPMന് ചുട്ട മറുപടി നൽകാനും ഫേസ്ബുക്ക് ലൈവിലൂടെ സുധാകരൻ ആവശ്യപ്പെട്ടു. സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പൈശാചികമായാണ് യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമാണ് ഈ കൊലപാതകം. പ്രാദേശിക തലത്തിലുണ്ടായ നിസ്സാരമായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ കാത്തിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്തവരെ പിന്തുടർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. CPMന്റെ എക്കാലത്തെയും രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാണ് ഇത്. ഷുഹൈബിന്റെ ചരമവാർഷികം ആചരിക്കുമ്പോഴാണ് 2 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. CPM ഈ കൊലപാതകങ്ങൾക്ക് കനത്ത വില കൊടുക്കേണ്ടി വരും. കോൺഗ്രസ് പ്രവർത്തകരെ ബലി കൊടുത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്ന് CPM ആലോചിക്കണം. അക്രമം വിട്ട് CPMന് ഒരു ശൈലിയില്ല. കിരാതമായ കൊലപാതകത്തിന് എതിരെ പ്രവർത്തകർക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പ്രതികരിക്കണം. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ എങ്ങും ഉണ്ടാവണം. CPMനെ നിലക്ക് നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉയരണം. കാസർഗോഡ് ഉണ്ടാകുന്ന ഏത് അക്രമത്തിനും CPM ആയിരിക്കും ഉത്തരവാദി. ഈ 2 കൊലപാതകങ്ങൾ കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് CPM കരുതേണ്ട. കനത്ത വില തന്നെ CPM നൽകേണ്ടി വരും. എന്നും CPMന്റെ അടിസഹിച്ച് മുന്നോട്ട് പോവുക എന്നത് ഏറെക്കാലം കോൺഗ്രസിന് സാധിക്കില്ല. പാർട്ടി പ്രവർത്തകരെ കോൺഗ്രസ് സംരക്ഷിക്കും. ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വികാരപരമായും രാഷ്ട്രീയപരമായും ഈ പ്രശ്നത്തോട് പ്രവർത്തകർ പ്രതികരിക്കണം എന്നും ഫേസ്ബുക്ക് വീഡിയോയിൽ സുധാകരൻ ആവശ്യപ്പെടുന്നു. പ്രിയ ഷുഹൈബിന്റെ കൊലപാതകത്തിന് 1 വർഷം തികഞ്ഞപ്പോഴാണ് വീണ്ടും CPM 2 കോൺഗ്രസ് പ്രവർത്തകരെ ഇല്ലാതാക്കിയത് എന്നും എതിരാളികളുടെ ജീവനെടുക്കുന്ന CPM ഭീകര സംഘടനകളെ പോലെയാണ് പെരുമാറുന്നത് എന്നും സുധാകരൻ പറയുന്നു. കാസർഗോഡ് 19 വയസ്സുള്ള കൃപേഷിനെയും 21 വയസ്സുകാരനായ ശരത് ലാലിനെയും വെട്ടിക്കൊന്ന CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് എന്ന് ഓർത്താൽ നന്ന് എന്നും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. വളരെ രൂക്ഷമായും വൈകാരികവുമായാണ് സുധാകരൻ ഈ കൊലപാതകത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കാസർഗോഡ് കൊലപാതകത്തിന്റെ കൂടുതൽ വാർത്തകൾക്കും ഇതിന്റെ വിശദാംശങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.